തൊപ്പി എന്ന തലതെറിച്ച് ചെക്കനെ അറിയാത്ത മലയാളികൾ കുറവായിരിക്കും. നമ്മുടെ പുതിയ തലമുറയിലെ പിള്ളേരെ വഴിതെറ്റിക്കാൻ സമൂഹ മാധ്യമങ്ങളിലൂടെ അസഭ്യവർഷങ്ങൾ നടത്തിയ തൊപ്പിയെ അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ? സുഹൃത്തുക്കളുടെ നഗ്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിലൂടെ പ്രചരിപ്പിച്ചെന്ന കേസിൽ തൊപ്പി എന്ന മുഹമ്മദ് നിഹാലിന്റെ യൂട്യൂബ് ചാനൽ നീക്കം ചെയ്തു. പോലീസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് യൂട്യൂബിന്റെ നടപടി. ഒരഭിഭാഷകൻ നൽകിയ പരാതിയിൽ എറണാകുളം റൂറൽ സൈബർ പോലീസാണ് നിഹാലിനെതിരെ കേസെടുത്തത്. കേസുമായി ബന്ധപ്പെട്ട് എറണാകുളം സെഷൻസ് കോടതിയിൽ പോലീസ് റിപ്പോർട്ടും നൽകി. ലഹരിമരുന്ന് ഉപയോഗം, അശ്ലീല പ്രചാരണം, ലൈംഗിക ചൂഷണം, പോക്സോ കേസുകൾ തുടങ്ങി നിരവധി ഗുരുതര ആരോപണങ്ങളാണ് തൊപ്പി എന്ന കണ്ണൂർ കല്യാശ്ശേരി സ്വദേശി മുഹമ്മദ് നിഹാലിനും സുഹൃത്തുക്കൾക്കുമെതിരെയുള്ളത്. സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ പരിശോധിക്കുകയും സുഹൃത്തുക്കളുടെ മൊഴിയെടുക്കുകയും ചെയ്ത ശേഷമാണ് പോലീസ് കേസെടുത്തത്. കേസുമായി ബന്ധപ്പെട്ട് എറണാകുളം സെഷൻസ് കോടതിയിൽ പോലീസ് റിപ്പോർട്ട് നൽകി. കേസിൽ തൊപ്പിയുടെ മുൻകൂർ ജാമ്യത്തെ എതിർത്ത് എറണാകുളം റൂറൽ പോലീസും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ചെയ്തത് അതീവ ഗൗരവ സ്വഭാവമുള്ള കുറ്റമെന്നാണ് പോലീസ് പറയുന്നത്. അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ DGP റവണ ചന്ദ്രശേഖറാണ് വിഷയത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ഒട്ടേറെ വിവാദങ്ങളിൽ ഉൾപ്പെട്ട യൂട്യൂബറാണ് തൊപ്പി. വീഡിയോകളിൽ സ്ഥിരമായി അശ്ലീല പദങ്ങളും ദ്വയാർത്ഥ പ്രയോഗങ്ങളും ഉപയോഗിക്കുന്നതിന്റെ പേരിൽ വലിയ വിമർശനങ്ങളാണ് തൊപ്പി നേരിട്ടിട്ടുള്ളത്. ഗെയിമിംഗ് വീഡിയോകളിലൂടെയും ബ്ലോഗുകളിലൂടെയുമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയത്. കുട്ടികളും കൗമാരക്കാരുമാണ് പ്രധാനമായും തൊപ്പിയുടെ വീഡിയോകളുടെ കാഴ്ചക്കാർ. വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഇദ്ദേഹം യൂട്യൂബിൽ ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സിനെ നേടിയത്. ഇത്തരം ഉള്ളടക്കങ്ങൾ കുട്ടികളിൽ മോശം സ്വാധീനം ചെലുത്തുന്നുവെന്ന് വ്യാപകമായ പരാതികൾ ഉയർന്നിരുന്നു. ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.